ഓം ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. എല്ലാവർക്കും നമസ്കാരം. ശ്രീ സായി സച്ചരിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 50 അധ്യായം നിങ്ങൾ എല്ലാവരും കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇത് ഇനി ഉപസംഹാരമാണ്. നാം 50-ാം അധ്യായവും എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇതിൽ ഹേമത് പാൻ ഒരു ഉപസംഹാരം, ആഖ്യായികവും ഒരു കാവ്യരൂപത്തിലുള്ള സൂചികയും കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ മറാത്തി ഗ്രന്ഥങ്ങൾ സാധാരണ പതിവുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ വിഷയസൂചിക ഹേമത് പാന്തിന്റെ കടലാസുകളിൽ കാണാനില്ലായിരുന്നു. അതുകൊണ്ട് ആ ഭാഗം താനെയിലെ മംലത്ദാറും ബാബയുടെ വലിയ ഭക്തനുമായിരുന്ന ബി ദേവ് രചിച്ചു കൂട്ടിച്ചേർത്തു. നാം ഗ്രന്ഥത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു ഉള്ളടക്ക പട്ടികയും ഓരോ അധ്യായത്തിന്റെ തുടക്കത്തിലും വിഷയസൂചികയും കൊടുക്കുന്നത് കൊണ്ട് വിഷയസൂചികയുടെ അധ്യായം ഇവിടെ പരിഗണിക്കേണ്ടതില്ലാത്തതിനാൽ ചേർക്കുന്നില്ല. അതുകൊണ്ട് അവസാനത്തെ അധ്യായത്തെ നമുക്ക് ഉപസംഹാരമായി പരിഗണിക്കാം. ഈ അധ്യായത്തിന്റെ കയ്യെഴുത്ത് പ്രതി പരിശോധിച്ച് പ്രസ്സിൽ കൊടുക്കാൻ നിർഭാഗ്യവശാൽ ഹേമത് പാൻ ജീവിച്ചിരിപ്പില്ലായിരുന്നു. അത് പ്രസ്സിലേക്ക് അയച്ചപ്പോൾ മിസ്റ്റർ ദേവ് അപൂർണവും മനസ്സിലാവാൻ പ്രയാസമുള്ളതുമായ ചില ഭാഗങ്ങൾ കണ്ടുവെങ്കിലും അത് അങ്ങനെ തന്നെ പ്രസിദ്ധപ്പെടുത്തേണ്ടി വന്നു. പ്രധാന വിഷയങ്ങൾ പ്രതിപാദിക്കപ്പെട്ടത് താഴെ ചുരുക്കത്തിൽ കൊടുക്കുന്നു. സദ്ഗുരു സായിയുടെ മാഹാത്മ്യമാണ്. സകല ചരാചരങ്ങളിലും വ്യാപൃതനായും വിശ്വരൂപിയായും ബ്രഹ്മാവിനും തൃണങ്ങൾക്കും പാത്രങ്ങൾക്കും വീടുകൾക്കും മണിമാളികൾക്കും ആകാശത്തിനും എല്ലാം തന്നെ അവലംബമായും യാതൊരു പക്ഷഭേദവും കൂടാതെ സകല ജീവികളിലും വ്യാപൃതനായും എല്ലാ ഭക്തന്മാരെയും ഒരുപോലെ വീക്ഷിച്ചും പ്രശംസയും അധിക്ഷേപവും സ്നേഹവും വെറുപ്പും ഒരുപോലെ കണക്കാക്കിയും വാണരുളുന്ന സായി സമർത്ഥനെ നാം സാഷ്ടാംഗം പ്രണാമം ചെയ്ത് അഭയകേന്ദ്രമാക്കുക. നാം സായിബാബയെ സ്മരിച്ച് ആത്മാർപ്പണം ചെയ്താൽ സായിബാബ നമ്മുടെ ഇംഗിതങ്ങളെല്ലാം നിറവേറ്റി നമ്മെ ജീവിത ലക്ഷ്യം പ്രാപിക്കാൻ കെൽപ്പുള്ളവരാക്കുന്നു. സംസാര സാഗരം ദുസ്തരമാണ്. മോഹങ്ങളുടെ അല ദുർവിചാരങ്ങളുടെ തീരത്ത് ആഞ്ഞടിച്ച് ധൈര്യമാകുന്ന വൃക്ഷങ്ങളെ പുഴക്കി വീഴ്ത്തുന്നു. അഹംഭാവത്തിന്റെ കാറ്റ് ആഞ്ഞടിച്ച് സാഗരത്തെ കോളിളക്കവും ഭീകരത്വവും ഉള്ളതാക്കുന്നു. കോപത്തിന്റെയും വിദ്വേഷത്തിന്റെയും രൂപത്തിലുള്ള മുതലകൾ അവിടെ സ്വച്ഛന്തം വിഹരിക്കുകയാണ്. ഞാൻ, എൻ്റെ എന്നീ ഭാവങ്ങളിലുള്ള ചുഴലിക്കാറ്റ് അവിടെ അനവരതം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയന്ത്രണം, വിദ്വേഷം, അസൂയ എന്നീ രൂപങ്ങളിലുള്ള അസംഖ്യം മത്സ്യങ്ങൾ അവിടെ കളിയാടുന്നു. ഈ സമുദ്രം അത്രമാത്രം ഭയാനകവും ഭീഭത്സവുമാണെങ്കിലും സദ്ഗുരു സായി അവിടെ അതിൻ്റെ അഗസ്ത്യനായിട്ടുണ്ട്. അഗസ്ത്യൻ സമുദ്രം കുടിച്ചു വറ്റിച്ചു എന്നാണല്ലോ. അതുകൊണ്ട് സായി ഭക്തന്മാർക്ക് അതിനെ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ സദ്ഗുരു ഈ ദുസ്തരമായ ഭവസാഗരം കടത്തിവിടാനുള്ള നൗകയാണ്. നമുക്ക് ബാബയുടെ മുന്നിൽ കമിഴ്ന്നടിച്ച് വീണ് ബാബയുടെ പാദങ്ങൾ പിടിച്ച് ലോക നന്മയ്ക്കായി ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മനസ്സ് അലഞ്ഞു തിരിയാതെ നിന്ന് അവിടുത്തെ അല്ലാതെ മറ്റൊന്നും കാക്ഷിക്കാതിരിക്കട്ടെ. ഈ സച്ചരിതം എല്ലാ വീടുകളിലും ഉണ്ടായി അതിനെ നിത്യപാരായണം ചെയ്യട്ടെ. ഇത് മുടങ്ങാതെ വായിക്കുന്നവരുടെ ദുരിതങ്ങൾ അവസാനിക്കട്ടെ. ഓം ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. ഇനി ഫലശ്രുതിയാണ്. ഈ പുസ്തകം വായിച്ചാലത്തെ ഫലത്തെപ്പറ്റി കുറച്ച് പറയട്ടെ. ഗോദാവരിയിൽ സ്നാനം ചെയ്ത് ഷിർദിയിൽ സമാധി മന്ദിരത്തിൽ ചെന്ന് സമാധി ദർശിച്ച് സായി സച്ചരിതം വായിക്കുകയോ വായിക്കുന്നത് കേൾക്കുകയോ ചെയ്യുക. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ത്രിഗുണിത പാപങ്ങളും തീരും. സായിയുടെ കഥകൾ യദൃച്ഛയാ സ്മരിച്ചാൽ പോലും നിങ്ങൾ അറിയാതെ തന്നെ ആധ്യാത്മിക ജീവിതത്തിൽ താല്പര്യം വന്നു ചേരും. നിങ്ങൾ ഭക്തിയോടുകൂടി ഗ്രന്ഥം വായിച്ചാൽ നിങ്ങളുടെ സമസ്ത പാപങ്ങളും ഒടുങ്ങും. നിങ്ങൾക്ക് ജനന മരണാദികൾ അവസാനിപ്പിക്കണമെങ്കിൽ സായിയുടെ കഥകൾ വായിച്ച് ബാബയെ സദാ സ്മരിച്ച് ബാബയുടെ പാദങ്ങളിൽ ബന്ധിതരാകുവിൻ. നിങ്ങൾ സായി കഥാസാഗരത്തിൽ ആഴത്തിൽ മുങ്ങി ഭക്തിയും ജ്ഞാനവും നേടി അവ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്താൽ നിങ്ങൾക്ക് എന്നും പുതിയ പുതിയ അനുഭൂതികൾ ഉണ്ടാവുന്നതും അവ ശ്രദ്ധിക്കുന്നവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നതുമാണ്. നിങ്ങൾ സായിയുടെ രൂപത്തെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ ക്രമേണ ആ രൂപം ആ മനസ്സിൽ നിന്ന് മാഞ്ഞ് നിങ്ങളെ ബ്രഹ്മജ്ഞാനത്തിലേക്ക് നയിച്ചുകൊള്ളും. ബ്രഹ്മത്തെയും ആത്മനെയും പറ്റി ബോധവാനാകുന്നത് വളരെ വിഷമം പിടിച്ച കാര്യമാണ്. നിങ്ങൾ സഗുണബ്രഹ്മത്തെ സായി രൂപത്തിൽ ധ്യാനിച്ചാൽ അത് എളുപ്പമാണ്. ഭക്തൻ പൂർണ്ണമായി തന്നെത്താൻ ബാബയ്ക്ക് അടിയറ വെച്ചാൽ അവൻ്റെ വ്യക്തിത്വം തിരോധാനം ചെയ്ത് ബാബയിൽ
നദി സമുദ്രത്തിലെന്ന പോലെ വിലയിച്ച് ബാബയുമായി ഐക്യം പ്രാപിക്കും. നിങ്ങൾ ജാഗ്രത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ അങ്ങനെ ബാബയോട് ലയിച്ചാൽ നിങ്ങൾക്ക് സംസാരബന്ധം ഇല്ലാതാവുന്നു. യാതൊരുവൻ സ്നാനശേഷം ഈ സച്ചരിതം പ്രേമത്തോടും ഭക്തിയോടും കൂടി വായിച്ച് ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കുന്നുവോ അവന്റെ സകല ദുരിതങ്ങളും അവസാനിക്കും. ഈ പുസ്തകം നിത്യപാരായണം ചെയ്യുകയോ പാരായണം ചെയ്യുന്നത് നിത്യവും ശ്രദ്ധിച്ചു കേൾക്കുകയോ ചെയ്താൽ അയാൾക്ക് യാതൊരു അപകടവും സംഭവിക്കുന്നതല്ല. ഇത് വായിച്ചുകൊണ്ട് ഒരാൾ ധനത്തിന് ആഗ്രഹിച്ചാൽ അയാൾക്ക് ധനം ലഭിക്കും. വ്യാപാരികൾക്ക് വിജയം കൈവരിക്കാം. ഓരോരുത്തർക്കും അവരവരുടെ ഭക്തിവിശ്വാസങ്ങൾക്കനുസരിച്ച് ഫലം കിട്ടും. ഇത് കൂടാതെ മറ്റൊരു തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാവാനാവില്ല. ബഹുമാന പുരസ്സരം ഇത് വായിച്ചാൽ സായി പ്രസാദിച്ച് നിങ്ങളുടെ അജ്ഞാനവും ദാരിദ്ര്യവും ഇല്ലായ്മ ചെയ്ത് ജ്ഞാനവും ധനവും സമൃദ്ധിയും പ്രദാനം ചെയ്യും. ശ്രദ്ധയോടും കൂടി ദിവസം പ്രതി ഓരോ അധ്യായം വീതം വായിച്ചാൽ അത് സീമാതീതമായ ആനന്ദം പ്രദാനം ചെയ്യും. അവനവന്റെ നേട്ടത്തെ കാക്ഷിക്കുന്നവൻ ഇത് ശ്രദ്ധാപൂർവം വായിച്ചാൽ സായി സ്മരണ സകല ജന്മങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ പുസ്തകം വീട്ടിൽ വെച്ച് പ്രത്യേകിച്ചും ഗുരുപൗർണമി, ഗോകുലാഷ്ടമി, രാമനവമി, ദസറ എന്നീ അവസരങ്ങളിൽ വായിക്കണം. ഈ ഒരേയൊരു ഗ്രന്ഥം മാത്രം പാരായണം ചെയ്താൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതും നിങ്ങൾ സദാ സായി പാദങ്ങളെ സ്മരിച്ചാൽ ഭവസാഗരം എളുപ്പത്തിൽ തരണം ചെയ്യാൻ കഴിയുന്നതുമാണ്. ഇത് വായിച്ചു കൊണ്ടിരുന്നാൽ രോഗാതുരൻ ആരോഗ്യവാനാകുകയും ദരിദ്രൻ ധനികനാവുകയും കഷ്ടതയുള്ളവന് സമൃദ്ധി ലഭിക്കുകയും മനസ്സിലെ ദുർവാസനകൾ നശിച്ച് സ്ഥിരത ലഭിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരും നല്ലവരുമായ വായനക്കാരെ, ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെയും വണങ്ങി ഒരു പ്രത്യേക അപേക്ഷ അറിയിക്കട്ടെ. നിങ്ങൾ ആരുടെ കഥ ദിനം പ്രതിയും മാസം പ്രതിയും വായിക്കുന്നുവോ ആ ദേവനെ ഒരിക്കലും വിസ്മരിക്കാതിരിക്കുവിൻ. എത്രമാത്രം ഔത്സുക്യത്തോടുകൂടി നിങ്ങൾ വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുവോ അത്രമാത്രം ഔത്സുക്യം സായിബാബ നിങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനും നിങ്ങളെ സഹായിക്കുന്നതിലും കാണിക്കുന്നു. ഗ്രന്ഥകർത്താവും വായനക്കാരും ഈ ഉദ്യമത്തിൽ സഹകരിച്ച് അന്യോന്യം സഹായിച്ച് സന്തുഷ്ടരാവട്ടെ. ഇനി പ്രസാദയാചനയോടുകൂടിയാണ് ഇത് അവസാനിക്കുന്നത്. പ്രസാദ സമ്പാദനത്തിനായി ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകം ഉപസംഹരിക്കാം. വായനക്കാർക്കും ഭക്തന്മാർക്കും പൂർണ്ണവും ഹൃദയംഗവുമായ ഭക്തി സായി പാദങ്ങളിൽ ഉണ്ടാവട്ടെ. ആ ദേവന്റെ രൂപം സദാ ദൃഷ്ടിയിൽ അവർ കുറച്ചു കിട്ടട്ടെ. അവർ സായിയെ സകല ജീവജാലങ്ങളും ദർശിക്കട്ടെ. ഓം സായിറാം. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. എല്ലാവർക്കും നമസ്കാരം. ജയ് മോഹൻജി.